വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് PSC അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് സ്വപ്നമല്ല, നിങ്ങളുടെ ലക്ഷ്യമാണ്. ജോലി നിങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളവർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒക്ടോബർ 21. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് മൈത്രി സെക്കൻഡ്. 2025 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം 2024 അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടിയ നിലയിൽ രേഖപ്പെടുത്തിയത് 423.9 ppm. ഫോർമുല 1 US ഗ്രാൻഡ് പി കറോട്ട മത്സര ജേതാവ് മാക്സ് വെർസ്റ്റപ്പൻ. 2025 ഒക്ടോബറിലെ കണക്ക് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 136. ഫെങ്ഷൻ കൊടുങ്കാറ്റ് നാശനഷ്ടം വിതച്ച രാജ്യം ഫിലിപ്പീൻസ്. ഓസ്ട്രേലിയയിൽ സർക്കാരിൻ്റെ ഗ്ലോബൽ ഹാർമണി അവാർഡ് കരസ്ഥമാക്കിയ സംഘടന ശിവഗിരി മഠം. 2025 46ാമത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മലേഷ്യ. ഒക്ടോബർ 22. കായിക മേഖലയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് സൈന്യത്തിൻ്റെ ഓർണറി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് നീരജ് ചോപ്ര. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഏക്നാഥ് വാസന്ത് ചീറ്റ്നസ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രിയും മാധ്യമ രംഗത്തെ അതികായകനുമായ വ്യക്തി ഫ്രാൻസിസ്കോ പിന്റോ ബാൽസെമാവോ. 2025 നവംബർ 1 രാജ്യത്തെ അതിതീവ്ര ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളം. അഴിമതി കുറയ്ക്കുന്നതിനും വാഹന ഗതാഗതത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിനുമായി ഗതാഗത ചെക്ക് പോസ്റ്റുകൾ നിലനിർത്താൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. മാധ്യമ പ്രവർത്തകർക്കെതിരായ ആക്രമണത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചത്? കേരളം, ത്രിപുര, മണിപ്പൂർ. ഒക്ടോബർ 23. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ശിവഗിരി മഠം സമ്മാനിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയാണ്? മുൻ DGP ലോക്നാഥ് ബെഹ്റ ഒഡിയ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ദൈവദശകം. 2025 ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയുടെ വേദി മലേഷ്യയിലെ കോലാലംപൂർ. ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ 1000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായി മാറിയത് രോഹിത് ശർമ്മ. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയത് ഇന്ത്യൻ വംശജനായ സുനിൽ അമൃത്. ബുക്ക് ദ ബോണസ് എർത്ത് ആൻഡ് എൻവലൻഡ് ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 years. VV ഗിരിക്ക് ശേഷം ശബരിമല സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ദ്രൗപദി മുർമു. രാജ്ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്തത് ഏത് മുൻ രാഷ്ട്രപതിയുടെ പ്രതിമയാണ്? KR നാരായണൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുടുംബ സുരക്ഷിത പദ്ധതി ആശ്വാസ്. ഒക്ടോബർ 24. US വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യ ദക്ഷിണേന്ത്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഡോക്ടർ പോൾ കപൂർ. ലോക പോളിയോ ദിനമായും ഐക്യരാഷ്ട്ര സഭാ ദിനമായും ആചരിക്കുന്നത് ഒക്ടോബർ 24. 2025 പുത്തേഴൻ അവാർഡിന് അർഹനായത് KV രാമകൃഷ്ണൻ. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഹൃദയം, ശ്വാസകോശം, വൃക്ക ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച 2016 പത്മശ്രീ ലഭിച്ച ഓഗിൽബി ഇന്ത്യ എന്ന പരസ്യ ഏജൻസിയുടെ മുഖമായിരുന്ന വ്യക്തി
പീയൂഷ് പാണ്ഡെ മീലെ സുർ മേരാ തുമാര എന്ന ഗാനം രചിച്ചത് ഇദ്ദേഹമാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മുൻ ഉപദേഷ്ടാവും പ്രമുഖ മാനേജ്മെന്റ് സാങ്കേതിക വിദഗ്ധനുമായിരുന്ന വ്യക്തി. വി.കെ. ശ്രീരഞ്ജന മേനോൻ. ഒക്ടോബർ 25 കേന്ദ്ര സർക്കാരിന്റെ 2025 വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ. പ്രൊഫസർ പ്രദീപ് തലാപ്പിൻ എൻ ജയൻ. കേന്ദ്ര സർക്കാരിന്റെ 2025 വിജ്ഞാന പുരസ്കാരം നേടി അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് നാർലിക്കർ. പാകിസ്ഥാനിലേക്കുള്ള വെള്ളമൊഴുക്ക് തടയുക ലക്ഷ്യമിട്ട് ഏത് നദിയിലാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ അണക്കെട്ട് പണിയാൻ പോകുന്നത്? കാബൂൾ നദിയുടെ പ്രധാന പോഷക നദിയായ കുനാറിൽ. നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി പ്രതിരോധ കപ്പൽ INS മാഹി. ഗുജറാത്തിലെ ഇന്ത്യ പാക് അതിർത്തിയായ സർ ക്രീക്കിൽ ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യയുടെ കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസം. തൃശൂർ. മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹമോചന പ്രഖ്യാപനം നടത്താൻ സ്ത്രീകൾക്ക് അവകാശം നൽകുന്ന രേഖ ഗുലാനാമ. അക്കർമാശി എന്ന ബുക്ക് എഴുതിയത് ശരൺകുമാർ ലിംബാളെ. ഒക്ടോബർ 26 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം തായ്ലൻഡ്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ടാക്സി സർവീസ് ഭാരത് ടാക്സി. ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ നിയമത്തിന് കീഴിൽ വരുന്ന ആസ്തിയാണെന്ന് വിധിച്ച ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതി. കോഴിക്കോട് ജില്ലയിലെ 50 സ്കൂളുകളും പരിസരങ്ങളും ശാസ്ത്രീയമായി റോഡപകടം ഇല്ലാത്ത പ്രദേശങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സുരക്ഷിത് മാർഗ് പദ്ധതി. 2025 ഒക്ടോബറിൽ അതിദാരിദ്ര്യരില്ലാത്ത ജില്ല എന്ന നേട്ടം കൈവരിച്ച കേരളത്തിലെ ജില്ല കോഴിക്കോട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ആസിയാൻ സമുദ്ര കരാർ വർഷമായി പ്രഖ്യാപിച്ചത് 2026. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ 11ാം അംഗരാജ്യമായി മാറിയത് കിഴക്കൻ ടിമോർ ലെസെ. പ്രശസ്ത ചൈനീസ് ശില്പി യുവാൻ ഷിക്കുൻ നിയമിച്ച ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അർദ്ധ-കയാ പ്രതിമയാണ് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ അനുച്ഛേദനം ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ. ഒക്ടോബർ 27 കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച യാത്രി സുവിധാ കേന്ദ്രം ആദ്യമായി നടപ്പിലാക്കാനൊരുങ്ങുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം. 2025 നടക്കുന്ന നാവിക ദിനാഘോഷത്തിന് വേദിയാകാനൊരുങ്ങുന്നത് തിരുവനന്തപുരം. എക്സസൈസ് ഓഷ്യൻ സ്കൈ 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സ്പെയിൻ. സർദാർ വല്ലഭായ് പട്ടേലിന് 150ാം ജന്മശതാബ്ദി ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സിനിമ മാൻ ഓഫ് സ്റ്റീൽ സർദാർ. ഇന്ത്യയും UK-യും ചേർന്ന് യുവശാസ്ത്രജ്ഞർക്കിടയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പുതിയ ഫെലോഷിപ്പ് പദ്ധതി രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം. ഭൂമിയെപ്പോലെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന നാസ ക്വാസി മൂണായി സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹം 2025 PN7. 2025 ഒക്ടോബറിൽ വയലാറിന്റെ എത്രാം ചരമവാർഷികമാണ് ആചരിച്ചത്? 50. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന സമരത്തിൽ രക്തസാക്ഷിയായ വള്ളിയമ്മ മുനുസ്വാമിയുടെ പ്രതിമ 2025 ഒക്ടോബറിൽ അനാച്ഛാദനം ചെയ്തത് ടോൾസ്റ്റോയ് ഫാം. ഒക്ടോബർ 28 ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കാനൊരുങ്ങുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത്. അൽബേനിയയിലെ നിർമ്മിത ബുദ്ധി വകുപ്പ് AI സഹമന്ത്രി ഡില്ല. ഉത്തർപ്രദേശിലെ മുസ്തഫാബാദിന് പുനർനാമകരണം ചെയ്തത് കബീർ ധാം.
2025 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശൂർ. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായ പോൾ ബിയ 92 വയസ്സ്. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ്? കാമറൂൺ. 2025 നടന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സ് ജേതാക്കൾ. മലപ്പുറം. 2025 നവംബർ 6 കൊച്ചി നാവിക താവളത്തിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേന തദ്ദേശീയ നിർമ്മിച്ച സർവേ വെസൽ ഇഷാക്ക്. 2025 നടന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരം. ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനം. ഒക്ടോബർ 29. 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ അണ്ടർ 18 ആൺകുട്ടികളുടെയും അണ്ടർ 18 പെൺകുട്ടികളുടെയും കബഡി ഇനങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ രാജ്യം ഇന്ത്യ. 2026 സംസ്ഥാന സ്കൂൾ കായികമേള വേദിയാകുന്നത് കണ്ണൂർ. റഫാൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയാകാൻ ഒരുങ്ങുന്നത് ദ്രൗപദി മുർമു. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിതനാവുന്നത് റസൂൽ പൂക്കുറ്റി. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തിയ ഗ്രീസിൽ നിന്നുള്ള കായിക വിനോദം ബോസ്മോൾ ഭിന്നശേഷി കുട്ടികൾക്കായി മേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ലോകത്തെ ആദ്യ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയത് സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യ എൻ-പെഗ്ഡ് സ്റ്റേബിൾ കോയിൻ JPYC പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. ഒക്ടോബർ 30 ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് സിംഗപ്പൂർ. ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന നാസ പരീക്ഷിച്ച സൂപ്പർസോണിക് ജെറ്റ് X-59. 2025 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവ. സൈബർ സാമ്പത്തിക തട്ടിപ്പു കേസുകളിലെ പ്രതികളെ പിടികൂടുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ സൈ ഹണ്ട്. 2025 ഗ്ലോബൽ ഫയർ പവർ GFP സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 4. മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനോടുള്ള ബഹുമാനാർത്ഥം കല്യാൺ സിംഗ് നഗർ എന്ന പുതിയ ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഡൽഹി സർക്കാരുമായി ചേർന്ന് കൃത്രിമ മഴ സൃഷ്ടിക്കാനായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയ സ്ഥാപനം IIT കാൺപൂർ. ഒക്ടോബർ 31 2025 ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയും ഹോക്കി ഇതിഹാസ താരവുമായ വ്യക്തി മാനുവൽ ഫ്രെഡറിക്. ഇന്ത്യയുടെ 90ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ AR ഇളം പരിധി. 2025 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? 150. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിക്കുന്ന ലബോറട്ടറി ശൃംഖല അറിയപ്പെടുന്നത് നിർണയ. കേരള പുരസ്കാരങ്ങൾ 2025. 2025 കേരള ജ്യോതി പുരസ്കാരത്തിനർഹനായത് ഡോക്ടർ MR രാഘവ വാര്യർ, വിദ്യാഭ്യാസ മേഖല. 2025 കേരള പ്രഭ പുരസ്കാരം നേടിയത് PB അനീഷ്, കാർഷിക മേഖലയും രാജശ്രീ വാര്യർ, കലാമേഖലയ്ക്കും. 2025 കേരളശ്രീ പുരസ്കാരത്തിനർഹനായത് ശശികുമാർ, മാധ്യമപ്രവർത്തനത്തിനും ഷഹാൽ ഫസൽ മുസലിയാർ, വിദ്യാഭ്യാസ പ്രവർത്തകനും. MK വിമൽ ഗോവിന്ദ്, മൻഹോൾ വൃത്തിയാക്കാനായി റോബോട്ട് വികസിപ്പിച്ച ജെൻ റോബോട്ടിക് കമ്പനി സ്ഥാപകൻ. അഭിലാഷ് ടോമി, റിട്ടയർ നാവികസേന ലഫ്റ്റനന്റ് കമാൻഡർ. ജില്ല മോൾ മാരിയറ്റ് തോമസ്, ഇരു കൈകളില്ലെങ്കിലും വാഹനം ഓടിച്ച് ഡ്രൈവിംഗ് ലൈസൻസ്
നേടി. ഇത്രയാണ് ഒക്ടോബർ മാസത്തെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.